ഇതാണ് മേറോളി ആർക്കിയോളജിക്കൽ പാർക്ക്. ഏകദേശം 55ഓളം മോണുമെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെന്നൊരു വിജനമായ സ്ഥലത്തായി പോയി. അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അടിപൊളി സ്പോട്ടായിരുന്നു. പിന്നെ ഇത്രയും ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കയറി ചെന്നത് ജമാലി കമാലി ടോംബിലേക്കാണ്. ഡൽഹിയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് സ്ഥലം എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ റെനോവേഷൻ വർക്ക് നടക്കുകയായതുകൊണ്ട് അവിടെ അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ ടോംബൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കണ്ടത്. ഈ പിക്നിക്ക് കാര്യങ്ങൾക്കും അതുപോലെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഈ കാണുന്നത് ഒരു കഫേയാണ്. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം പുറത്ത് നല്ല കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് ആ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മെറ്റ്കാഫ് ബൗട്ട് ഹൗസ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതായത് റെയിൻ വാട്ടർ ശേഖരിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ലോധി പീരീഡിൽ ഉണ്ടാക്കിയതാണെന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ റെനോവേറ്റ് ചെയ്ത്